നമസ്കാരം. വൃന്ദാവനത്തിലെ ഗോപികമാർക്കൊക്കെ കൃഷ്ണനെ അങ്ങേയറ്റം വാത്സല്യമായിരുന്നു. ഏതു സമയത്തും ഭഗവാനെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു. എല്ലാം അറിയുന്ന ഭഗവാന് ഗോപികമാരുടെ സംരക്ഷണം വേണ്ടായെങ്കിൽ പോലും ശിശുരൂപത്തിൽ ലീലകളാടുന്ന പരമ്പൊരുളായ ഭഗവാനാണ് കൃഷ്ണനെന്ന് ആ പാവങ്ങൾ മനസ്സിലാക്കിയില്ല. വൃന്ദാവനത്തിൽ കൃഷ്ണനെ വാത്സല്യപൂർവ്വം സേവിച്ച ഗോപികളും ഗോപന്മാരും ഗോക്കളുമെല്ലാം കഷ്ടാവസ്ഥയിൽ നിന്ന് മുക്തരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഒരിടത്തും അടങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരായിരുന്നില്ല കൃഷ്ണനും ബലരാമനും. അതിനാൽ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് സദാസമയവും ഭഗവാന്റെ ശൈശവലീലകൾ കണ്ട് അത്യധികം സന്തോഷത്തിൽ അവർ പൊട്ടിച്ചിരിക്കും. അതിൽ അവർ കൂടുതൽ ആനന്ദം അനുഭവിക്കാനായി ഗോപികമാരെല്ലാം ഒത്തുകൂടും. കുസൃതികൾ കൂടി വന്നപ്പോൾ പൂർണ്ണമായും ഗോപികമാരുടെ നിയന്ത്രണത്തിലായി. അവരുടെ കയ്യിലെ പാവ പോലെ കൃഷ്ണൻ ആടാനും പാടാനും തുടങ്ങി. ഇതെല്ലാം ആനന്ദ നിർവൃതിയോടെ ഭഗവാൻ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അതെ, ഇതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ്.